മോളിവുഡിലാകെ ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ തരംഗമാണ്, അല്ലെങ്കിൽ മാർക്കോ തരംഗം എന്ന് തന്നെ പറയാം. മലയാളത്തിൽ നിന്ന് ഏറ്റവും വിലപിടിപ്പുള്ള നായക നടന്മാരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് ഉണ്ണി മുകുന്ദൻ. ബോക്സ് ഓഫീസിൽ വൻ കളക്ഷൻ നേടി മുന്നേറുന്ന മാർക്കോയിൽ ഉണ്ണി മുകുന്ദന്റെ സംഹാര താണ്ഡവമാണെന്ന് ആരാധകർ ഒന്നടങ്കം പറയുകയാണ്. ഇന്ത്യൻ സിനിമയിൽ ഇതുവരെയും ഇത്രയും വയലൻസ് പ്രേക്ഷകർ കണ്ടിട്ടില്ല. ആക്ഷൻ രംഗങ്ങൾ നടൻ മികവുറ്റതാക്കി മാറ്റിയിട്ടുമുണ്ട്. ഉണ്ണി മുകുന്ദൻ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന വില്ലന്മാർ കൂടിയായതോടുകൂടി മാർക്കോ പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നു. അതേസമയം കരിയറിൽ ഏറെ വെല്ലുവിളികൾ നേരിട്ടിട്ടാണ് ഉണ്ണി മുകുന്ദൻ ഇന്നത്തെ സൂപ്പർ താര പദവിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. സിനിമാ രംഗത്ത് ഗോഡ് ഫാദർ ഉണ്ണി മുകുന്ദന് ഉണ്ടായിരുന്നില്ല. യാതൊരു വിധത്തിലുള്ള സിനിമാ പശ്ചാത്തലവും ഉണ്ണി മുകുന്ദൻ ഉണ്ടായിരുന്നില്ല. മോളിവുഡിൽ പൃഥ്വിരാജ് സുകുമാരൻ, ഫഹദ് ഫാസിൽ, ദുൽഖർ സൽമാൻ തുടങ്ങി ഒട്ടുമിക്ക താരങ്ങളും സിനിമാ കുടുംബ പശ്ചാത്തലമുള്ളവരാണ്. എന്നാൽ പക്ഷേ സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രം ഉണ്ണി മുകുന്ദൻ ഇന്ന് ബോളിവുഡിലെ സൂപ്പർ താരമായിരിക്കുന്നു. കരിയറിൽ താൻ നേരിട്ട അവഗണനകളെ കുറിച്ച് ഉണ്ണി മുകുന്ദൻ നേരത്തെ അഭിമുഖങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ഉണ്ണി മുകുന്ദനെ ഒരു നടി അവഗണിച്ചതിനെ കുറിച്ച് നടൻ ടിനി ടോം പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയെടുക്കുന്നത്. നിത്യ മേനോൻ നായികയായി എത്തിയ തത്സമയം ഒരു പെൺകുട്ടി എന്ന സിനിമയിൽ വിക്കനായി അഭിനയിക്കുവാൻ ഒരു പയ്യൻ വന്നിരുന്നു. എങ്ങനെയാണ് ചേട്ടാ വിക്കി സംസാരിക്കുകയെന്ന് അവൻ തന്നോട് ചോദിച്ചിരുന്നു. താൻ അവനത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഇന്ന് ആ പയ്യൻ നല്ല സ്റ്റാറായി വന്നിട്ടുണ്ട്. തന്നോടൊപ്പം തന്നെ മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ AMM എന്ന സംഘടനയിലെ എക്സിക്യൂട്ടീവ് മെമ്പറായി. ഉണ്ണി മുകുന്ദൻ എന്നാണ് പേര്. ഉണ്ണി പോലും ഷെയർ ചെയ്യാത്ത കാര്യമാണ് താൻ ഷെയർ ചെയ്യുന്നതെന്നാണ് ടിനി ടോം പറയുന്നത്. അന്നൊരു നടിക്ക് അവന്റെ ഒപ്പം ഫോട്ടോ എടുക്കുവാൻ കുറച്ചിൽ പോലെയായിരുന്നു. ഫോട്ടോഷൂട്ടിൽ ഒപ്പം ഫോട്ടോ എടുക്കുവാൻ പറ്റില്ല എന്ന് തന്നെ അവർ പറഞ്ഞു. നടിയുടെ പേര് താൻ പറയുന്നില്ല എന്നും ഉണ്ണി എന്ന പുതിയ പയ്യനാണെന്നും ടിനി ടോം കൂട്ടിച്ചേർക്കുന്നു. എന്നാൽ പക്ഷേ കാലം അവനെ നായകനാക്കി തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഒരുപക്ഷെ ആ നടി ഇന്ന് ഉണ്ണിക്കൊപ്പം ഫോട്ടോ എടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടാകുമെന്നും ടിനി ടോം പറയുന്നു. കർമ്മയൊന്നുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ടിനി ടോം ഈ ഒരു സംഭവം വെളിപ്പെടുത്തിക്കൊണ്ട്. ആരെയും ചെറുതായി കാണുവാൻ പാടില്ല എന്നുകൂടി ടിനി ടോം ഓർമ്മിപ്പിക്കുന്നു. മയിൽപീലി കുറ്റിയാണെങ്കിലും നാളെ എന്താകുമെന്ന് പറയുവാൻ കഴിയില്ല എന്നും ടിനി ടോം ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം ടിനി ടോം പറഞ്ഞ നടി ആരാണെന്ന ചോദ്യമാണ് ഇപ്പോൾ മലയാളത്തിലെ സിനിമാ പ്രേക്ഷകരും ആരാധകരും ഒന്നടങ്കം ചോദിക്കുന്നത്. താനാണ് നായകനെങ്കിൽ സിനിമ ചെയ്യില്ല എന്ന് പറഞ്ഞ നായിക നടിമാരുണ്ടെന്ന് ഉണ്ണി മുകുന്ദനും നേരത്തെ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റ് ഐഡിയോളജികളിൽ വിശ്വസിക്കുന്നവർ തന്നോടൊപ്പം വർക്ക് ചെയ്യുവാൻ തയ്യാറായിട്ടില്ല. ചില മുൻനിര നായിക നടിമാർ സംവിധായകനോട് നായകനായി തന്നെ മാറ്റണമെന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. നായകന്മാർ നായികയെ മാറ്റുവാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് അതിന്റെ മറ്റൊരു വശമാണെന്നും ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പക്ഷേ മാർക്കോയുടെ വിജയത്തിളക്കത്തിൽ തന്നെയാണ് നടൻ ഉണ്ണി മുകുന്ദൻ ഇപ്പോഴുള്ളത്. സാധാരണക്കാരനിൽ നിന്നും മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനം കണ്ടെത്തിയ നടനാണ് ഉണ്ണി മുകുന്ദൻ. ഇന്ന് യുവ നടന്മാരിൽ പ്രധാനിയായ ഉണ്ണി നടൻ എന്നതിലുപരി നിർമ്മാതാവ് കൂടിയാണ്. ഇടക്കാലത്ത് വലിയ വിമർശനങ്ങളും നെഗറ്റീവുകളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഉണ്ണി മുകുന്ദന്. അതേസമയം ഇപ്പോൾ ഉണ്ണി മുകുന്ദന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ഇത്രയധികം വെറുക്കപ്പെടേണ്ട ആളല്ല ഉണ്ണി മുകുന്ദൻ എന്നാണ് പലരുടെയും അഭിപ്രായം. തിയേറ്ററിൽ മികച്ച പ്രേക്ഷക പ്രതികരണം നേടി മുന്നേറുകയാണ് മാർക്കോ. ചങ്കുറപ്പും മനക്കെട്ടിയുമുള്ള ഒരാൾക്ക് മാത്രമേ മാർക്കോ കണ്ടു തീർക്കുവാൻ ആകൂ എന്നാണ് ചിത്രം കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകരുടെയും അഭിപ്രായം. ഉറപ്പായും കണ്ണുകൾ പൊത്തി തന്നെയാണ് ഓരോ സീനും കാണാൻ കഴിയുക. അത്രത്തോളം വയലൻസ് നിറഞ്ഞൊരു സിനിമ തന്നെയാണ് മാർക്കോ. മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ് ഇത്രയും വയലൻസ് നിറഞ്ഞ ഒരു ചിത്രം എത്തുന്നത്. ഉണ്ണി മുകുന്ദൻ നായകനായ ചിത്രം വൻ കളക്ഷൻ നേടുന്നു. ആദ്യ ദിനം 10 കോടി രൂപയാണ് മാർക്കോ നേടിയത്. ഉണ്ണി മുകുന്ദന്റെ ഇതുവരെയുള്ള കരിയറിൽ ഏറ്റവും വലിയ ഹിറ്റായി മാറിയിരിക്കുകയാണ് മാർക്കോ. ഉണ്ണി മുകുന്ദൻ എന്ന നടന്റെ കരിയറിൽ ഒരു പൊൻതൂവൽ കൂടിയാണ് മാർക്കോ. അങ്ങേയറ്റം ഗംഭീരമാക്കി മാർക്കോയെ ഉണ്ണി മുകുന്ദൻ. ആക്ഷൻ രംഗങ്ങൾ നടൻ മികവുറ്റതാക്കി മാറ്റിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആക്ഷൻ ചിത്രം ചെയ്യണമെന്നത് ഉണ്ണി മുകുന്ദന്റെ ഏറെക്കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കോ നടന്റെ കരിയർ ഗ്രാഫിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനം ചെറുതായിരിക്കില്ല. നേരത്തെ തന്നെ ഉണ്ണി മുകുന്ദന്റെ സിനിമകൾക്ക് നേരെ കടുത്ത വിമർശനം ഉന്നയിച്ച നിരൂപകരും വിമർശകരും ഇന്ന് മാർക്കോയ്ക്ക് കൈയടിക്കുകയാണ്. അതുപോലെ തന്നെ മുൻപൊരിക്കൽ JB ജംഗ്ഷൻ എന്ന പരിപാടിയിൽ പങ്കെടുക്കുവാനെത്തിയപ്പോൾ വികാരഭരിതനാകുന്ന ഉണ്ണി മുകുന്ദനെ കുറിച്ച് അവതാരകൻ ജോൺ ബ്രിട്ടാസ് പറഞ്ഞ വാക്കുകളുണ്ട്. പേര് പോലെ ഒരു ഉണ്ണി, മസിൽസ് ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ, അത്രയും ലോലമാണ് ഇദ്ദേഹത്തിന്റെ ഹൃദയമെന്നാണ് ഉണ്ണി മുകുന്ദനെ പറ്റി അന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത്. അതേസമയം സിനിമ എന്നതിന്റെ സ്വപ്നത്തിന് പിന്നാലെ നടന്ന ഒരു സാധാരണക്കാരനായ പയ്യൻ പല വീഴ്ചകൾക്കൊടുവിൽ ആ മേഖലയിൽ തന്റെ ആധിപത്യം നട്ടെല്ലി നിവർത്തി നിന്നുകൊണ്ട് ഉറപ്പിച്ചതിന്റെ ഇപ്പോഴത്തെ പേരാകുന്നു മാർക്കോ എന്ന സിനിമ. സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഉണ്ണി മുകുന്ദന് ജയ് വിളിക്കുകയാണ്. ഇതിനിടയിലാണ് തന്റെ വിയർപ്പിന്റെ ബലമാണ് മാർക്കോ എന്ന് ഉണ്ണി മുകുന്ദൻ പറഞ്ഞത്. താൻ 17ാമത്തെ വയസ്സിൽ 2000 കിലോമീറ്റർ വണ്ടി പിടിച്ച് അഭിനയിക്കുവാൻ വന്ന ആളാണ്. അതുകൊണ്ട് താൻ ചിലപ്പോൾ ഇമോഷണൽ ആകുമെന്നാണ് ഉണ്ണി മുകുന്ദൻ പറഞ്ഞിട്ടുള്ളത്. 17 വയസ്സിൽ താൻ വന്നതാണ് ഇവിടെ. ഇപ്പോൾ തനിക്ക് 37 വയസ്സായി. 20 വർഷമായി താൻ ഇവിടെയുണ്ട്. സത്യത്തിൽ ഒരു അറ്റാക്ക് വന്നാൽ എന്ത് ചെയ്യണമെന്ന് തനിക്കറിയില്ല. തനിക്ക് ഇടപെട്ട സിനിമകൾ ചെയ്യണമെന്നേ ഉള്ളൂ. തന്റെ ഇമോഷൻസ് എല്ലാം ഇനി സിനിമയാണെന്നാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത്. അതേപോലെ തന്നെ ഉണ്ണി മുകുന്ദന്റെ വരാനിരിക്കുന്ന സിനിമകളിൽ ആരാധകർക്കുള്ള പ്രതീക്ഷയും വർദ്ധിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.